ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി കുക്കിംഗ് ഉണ്ട് കേട്ടോ. ഒരു ശകലമേ ഉള്ളൂ, ഒരുപാടൊന്നും ഇല്ല, ഇച്ചിരിയേ ഉള്ളൂ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ചെറിയൊരു വീഡിയോയും ചേർത്ത് അതിൻ്റെ കൂടെ നല്ല അടിപൊളി ഒരു ബ്യൂട്ടി ടിപ്സും കൂടെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾ തമനയിൽ കണ്ടായിരിക്കും അത് സംഭവം അത് തന്നെയാണ്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. കമൻറ്റ് ചെയ്യാനും ഒക്കെ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒപ്പം തന്നെ ബെൽ ബട്ടനും കൂടെ ഒന്ന് അമർത്തുക. അപ്പോൾ കുറേ ഓപ്ഷൻസ് വരും, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനിൽ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത് എന്നതൊക്കെയാണെന്നുള്ളത് വീഡിയോയിലൂടെ കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പറയാം കേട്ടോ. അപ്പം എന്നാണെങ്കിലും ഇന്നത്തെ വീഡിയോയിൽ ഉള്ള ബ്യൂട്ടി ടിപ്സ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നിങ്ങളത് ഉപയോഗിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാര്യം നമുക്ക് എന്നാ പറയാ, അത്രയ്ക്ക് റിസൾട്ടാണ് അതിന് കിട്ടുന്നത്. അപ്പം നമുക്കിതെല്ലാം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുകൊണ്ട് വീഡിയോയിലൂടെ കാണാമേ. ഇന്ന് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പമാണേ. അപ്പം മാവ് നല്ലപോലെ പുളിച്ച്, നമുക്ക് ഈ മാവ് പുളിച്ചേക്കുന്ന കാണുമ്പോൾ അറിയാം അപ്പം നല്ലതാണോ ഇല്ലയോ എന്നുള്ളത്. മാവിൻ്റെ തന്നെയല്ല കേട്ടോ, ദോശയുടെ ആണെങ്കിലും എല്ലാത്തിൻ്റെയും മാവ് കാണുമ്പോൾ നമുക്കറിയാം ഇന്നുണ്ടാക്കുന്ന അപ്പമാണെങ്കിലും ദോശയാണെങ്കിലും നല്ലതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തു. എന്നിട്ടിനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അപ്പം ഉണ്ടാക്കാവേ. ഇപ്പോൾ എല്ലാവർക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്നായിരുന്നു എന്നൊക്കെ ഉള്ളത് വീഡിയോയിലൂടെ കമൻറ്റ് ചെയ്യണേ. അപ്പം ഉണ്ടാക്കി വെച്ച് നമുക്ക് പെട്ടെന്ന് കറിയൊന്നും വെക്കാൻ സമയമില്ലെങ്കിൽ കേട്ടല്ലോ, നല്ല എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം പറഞ്ഞുതരാം കേട്ടോ. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷേ എല്ലാവരും ഇത് കടുക് വറുത്താണ് എടുക്കുന്നത്. ഇത് കടുക് വറുത്തെടുക്കണ്ട കേട്ടോ. കടുക് വറുത്തെടുക്കാതെ ചുമ്മാ നമുക്കിങ്ങനെ അപ്പത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പം ഞാൻ ഇതിനകത്ത് എടുത്തേക്കുന്നത് മുളകും ഉപ്പും ഉള്ളിയും മാത്രമാണ്, തേങ്ങയും. ഞാൻ മുളക് പൊടി ചേർത്തേക്കുന്നത് ഇഷ്ടം. എന്നിട്ട് ഇതിങ്ങനെ ചതച്ചതച്ച് ഇത്രയേ ഉള്ളൂ പരിപാടി, തീർന്നു. മിക്സിയിലിട്ടെടുക്കുന്നതിനേക്കാൾ നല്ലത് ഈ ചമ്മന്തി ഇങ്ങനെ കല്ലിൽ ചതച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. മിക്സിയിലാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒന്ന് കറക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പെട്ടെന്ന് അങ്ങ് ചതഞ്ഞങ്ങ് പോകും. എന്നിട്ട് കല്ലിൽ വെച്ച് തന്നെ ഇത് മൊത്തം ഒന്ന് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇതിനി അപ്പത്തിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ് ഇങ്ങനെ. ഞാൻ ഇന്നാളെ ഒരു ദിവസം വീഡിയോ ഇട്ടപ്പോൾ എന്നോട് ഞാൻ ഓർക്കുന്നില്ല, ആരോ ചോദിച്ചായിരുന്നു ചമ്മന്തി ഇതെങ്ങനെ എടുക്കുന്നതെന്ന്. ഇത്രയേ ഉള്ളൂ പരിപാടി, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലൊക്കെ തന്നെ. ഇത് കണ്ടോ, ഇതാണ് സംഭവം. ഇത് നമ്മൾ കണ്ടാത്തൊന്നും ഈ കുതിരയ്ക്കൊക്കെ കൊടുക്കുന്ന മുതിരയില്ലേ, അതാണെന്ന് തോന്നും. പക്ഷെ അതിനേക്കാൾ ഇച്ചിരി വലുപ്പമുണ്ട്. ഇത് അത്രയും വലുപ്പമില്ല, ചെറുതാണ്. ഇതിന് വലിയ വിലയില്ല കേട്ടോ. ഇത് ഞാൻ ഇത്രയും അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ളത്. ഇത് ഇത്രയും ഞാൻ മേടിച്ചത് ഇത്രയേ ഉള്ളൂ. ഇത് എനിക്കത് 100 ഗ്രാം കണ്ടാന്ന് തോന്നുന്നു, അത്രയേ ഉള്ളൂ. വലിയ വിലയില്ല ഇതിന്. അപ്പം ഇത് നമ്മൾ ഇതിൻ്റെ പേര് ഫ്ലാക്സ് സീഡ് എന്ന് പറയും, അല്ലെങ്കിൽ ചണവിത്ത്. അപ്പം ചണവിത്ത് അങ്ങാടിക്കട ചെന്ന് പറഞ്ഞാൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പം വെള്ളം കണ്ടോ, ഒത്തിരി വെള്ളം ഞാൻ എടുക്കുന്നില്ല കേട്ടോ. ഒരു ഗ്ലാസ് നിറച്ച് ഇത് മതി വെള്ളം. ഒരു ഗ്ലാസ്, ഈ സ്റ്റീൽ ഗ്ലാസ്സിന് ഞാൻ ഇത്രയും 3/4 ഗ്ലാസ്സിന് താഴെയാണ് എടുത്തേക്കുന്നത്. കണ്ടായിരുന്നു ഞാൻ കാണിച്ചത്.
വേണ്ട ഒരു ഇത്രയും 3/4 ഗ്ലാസ്സിന് താഴെയാണ് എടുത്തേക്കുന്നത്. അതിലേക്കൊരു നിറച്ചും വേണ്ട കേട്ടോ, ഇത് നല്ല ജെല്ലാകുന്നതാണ്. ഇത് മതി. നല്ല തിക്കാകുന്ന സാധനമാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളിത് എടുക്കാൻ നിന്നാണ്ടല്ലോ നമുക്കിത് അരിച്ചെടുക്കാൻ പാടായിരിക്കും. അപ്പം ഇത്ര ഇട്ടാൽ മതി, നമുക്കിത് കുറച്ച് മതി. എന്നിട്ടിത് ഇളക്കി കൊടുക്കണം. ഇളക്കി വേണം നമ്മളിത് തിളപ്പിക്കാനായിട്ട്. ഒരുപാട് ഗുണങ്ങളാണ് ഇതിനുള്ളത്. എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ പക്ഷേ ഇത് ഉപയോഗിച്ച് നോക്കി കഴിയുമ്പോഴത്തേക്കാണ് മനസ്സിലായത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടും. അതുപോലെ തന്നെ ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് നല്ലപോലെ തിളച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പത വന്നതിന് ശേഷമാണ് ഇതാ കറക്റ്റ് അതിൻ്റെ ആ ജെല്ല് നമുക്കതിൽ നിന്ന് കിട്ടുന്നത്. ഇതിപ്പോൾ ഞാൻ വീഡിയോയിലൂടെ കാണിച്ചിട്ട് നല്ലപോലെ തിളക്കട്ടെ. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ അല്ലാതെ എടുക്കാം കേട്ടോ. നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേ ദിവസം എടുക്കാം. പക്ഷേ എനിക്കൊന്ന് ഇങ്ങനെ എടുക്കുമ്പോഴാണ് തോന്നുന്നത് നമുക്ക് കുറച്ച് ദിവസം നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇത് തിളച്ച് വരുന്നുണ്ട്. ഇളക്കി കൊടുക്കണേ, ഇല്ലെങ്കിൽ ഇത് ജെല്ലിതായതുകൊണ്ട് അടി പിടിക്കും. ഇപ്പം തന്നെ ആ ഒരു വെള്ളം തിക്കായി തുടങ്ങി. ഇത് കണ്ടോ, പത പോലെ വരുന്ന കണ്ടോ. ഇത് കറക്റ്റ് നമുക്ക് ആ ജെല്ല് ഇതെല്ലാം സെറ്റായി എന്നുള്ളതിൻ്റെയാണ് ഈ പത പോലെ വരുന്നത്. കണ്ടോ, നല്ല ഇതായിട്ട് ഇപ്പം പത വരുന്നുണ്ടോ. നമുക്ക് തീ ഓഫ് ചെയ്യാതെ ഇത് ഈ ചൂടോടുകൂടി തന്നെ നമ്മളിത് അരിച്ചെടുക്കണം. തണുക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ. തണുക്കാനായിട്ട് നിന്നാൽ ഇതിനകത്തുനിന്ന് വരാൻ പാടാണ്. ഇത് കണ്ടോ, ഇച്ചിരി തണുക്കുമ്പം തന്നെ കണ്ടോ. അതുകൊണ്ട് തണുക്കുന്നതിന് മുന്നേ തന്നെ നമ്മളിത് അരിച്ചെടുത്ത് മാറ്റി വെക്കണം. പിന്നെ ഈ ബാക്കിയുള്ളത് ഇപ്പം നമ്മൾ ഈ എടുത്തല്ലോ, ഇതിനകത്ത് ഞാനിത് ഒന്നും കൂടി ഇട്ട് ഞാൻ തിളപ്പിച്ചെടുക്കും കേട്ടോ. അരിപ്പേന്ന് ഉള്ളതെല്ലാം എടുത്ത് വെച്ച് ഇതിനകത്തോട്ട് കുറച്ചും കൂടെ വെള്ളം ചേർക്കണം. ഇതിനകത്തോട്ട് കുറച്ചും കൂടെ വെള്ളം ചേർക്കാത്തേക്ക് നല്ലപോലെ ഇതിനകത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച് ഇതൊന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുക്കുമ്പം വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ ജെല്ല് കിട്ടും കേട്ടോ. ഇത് എന്നതിനാണെന്നുള്ളത് ഞാൻ പറയാം. ഇതിനകത്ത് വേറെ സീഡൊന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ. ഇത് മാത്രമായിട്ട് ചണവിത്ത് വേറെ ഇതിനകത്ത് ഞാൻ ചേർക്കോ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ആദ്യം തിളപ്പിച്ചത് തന്നെയാണ്. അതൊന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുവാണ്.
ഇതുണ്ട്. ഇതും അതുപോലെ തന്നെ നല്ല പതയായിട്ട് വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യുവേ. ഇതിപ്പോൾ തീ കുറച്ചിട്ടു. ഇതുണ്ട് പത പോലെ വരുന്നതുണ്ടോ. നമ്മൾ ആദ്യം എടുത്ത പോലെ തന്നെ നല്ല പത പോലെ വരുന്നുണ്ട്. ഇത് അതേപോലെ തന്നെ നല്ല തിക്കായിട്ട് തന്നെ ഇതും ഇരിക്കുന്നു കേട്ടോ. ഇത് ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് അരിച്ച് മാറ്റാം. ഇത് എപ്പം നമ്മൾ എടുത്താലും ഇതിന് ചൂടോടുകൂടി തന്നെ ഇത് അരിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് എടുക്കാൻ പാടാണ്. ഇപ്പം നമ്മളെടുത്ത ജെല്ലൊക്കെ തണുത്ത് കേട്ടോ. ഇത് കണ്ടോ, ഈ കറ്റാർവാഴ ജെല്ല് മാതിരിയും പിന്നെ നമ്മുടെ ഈ മുട്ടയുടെ വൈറ്റില്ലേ അത് ഒക്കെ എഗ് വൈറ്റ് പോലൊക്കെയാണ് ഇരിക്കുന്നത്. ഞാൻ ആദ്യം എടുത്തതാണ്. അപ്പോൾ അത് നമുക്ക് കുറച്ചൊരു ബോട്ടിലേക്ക് മാറ്റി വെക്കാവേ. ഇത് അഴുക്കാകത്തില്ല കേട്ടോ, ഇങ്ങനെ നമ്മൾ ബോട്ടിലെടുത്ത് വെച്ചാൽ. ഇതുണ്ട്. നമുക്കതിട്ട് ആവശ്യമനുസരിച്ച് എടുക്കുക. ഇത് എനിക്ക് അലോവേര ജെല്ലിൻ്റെ തീർന്ന ബോട്ടിലിനകത്തോട്ടാണ് ഞാൻ ആക്കി വെച്ചേക്കുന്നത്. അത് കഴുകി നല്ല വൃത്തിയാക്കിയതിന് ശേഷമാണ്. ബാക്കി ഇനി നമുക്ക് ഇത്രയുണ്ട്, ഇത് മതി നമുക്ക്. ഇത് തന്നെ കൂടുതലാണ്. ഇപ്പം നിങ്ങളോർക്കും ആദ്യം ഇരുന്നിട്ട് തന്നെയാണല്ലോ ഇരിക്കുന്നത്, മാറ്റമൊന്നുമില്ലല്ലോ എന്ന്. ഇൻട്രോ പറയാൻ വേണ്ടി മാത്രം വന്നതാണ് അന്നേരം. കാര്യം ഞാൻ എണീറ്റ് പോയിട്ടില്ലായിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇപ്പം വീഡിയോസ് എടുക്കുന്നത്. എന്നാന്ന് ചോദിച്ചാണ്ടല്ലോ, രാവിലെ കുക്കിങ്ങിലേക്ക് ഞാൻ കയറിയപ്പോഴത്തേക്ക് ഓർത്ത് അതങ്ങ് എടുക്കാതെ എടുത്തേച്ച് പിന്നെ ബാക്കി ഇൻട്രോ ഒക്കെ പറയാം. എന്നിട്ട് പിന്നെ ബാക്കി വീഡിയോയിലൂടെ കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പം നമ്മുടെ എന്നാന്ന് മനസ്സിലായല്ലോ. അപ്പം ഇത് അതിൻ്റെ മലയാളം മറന്നുപോയി. ചവണവിത്ത്. അത് തന്നെ, ചവണവിത്ത് എന്ന് പറയുന്നത്. ഈ സംഭവം നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ, ചവണവിത്ത്. അതായത് നമ്മുടെ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്ന സംഭവമാണിത്. ഇത് ചിലരൊക്കെ ഓർക്കുമായിരിക്കും ഇത് മുതിരയാണെന്ന്. മുതിരയല്ല കേട്ടോ, ഇതിൻ്റെ വ്യത്യാസമുണ്ട്. ഞാൻ നോക്കട്ടെ, മുതിര ഇവിടെ ഇരിപ്പുണ്ട്. ഇത് രണ്ടും രണ്ട് സംഭവമാണല്ലോ. നിങ്ങൾ എടുത്തുകൊണ്ട് വരട്ടെ, കാണിച്ചു തരാം രണ്ടും രണ്ട് ഇതാണോ എന്നുള്ളത്. വേണ്ടേ, ഇതാണ് മുതിര എന്ന് പറയുന്ന സാധനം. ഇത് കണ്ടോ, ഇതിൻ്റെ അരി കണ്ടോ, ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ ചവണയരി എന്ന് പറയുന്ന സാധനം. ചവണവിത്ത് എന്നാണ് പറയുന്നത്. ചവണവിത്ത് അതായത് നമ്മുടെ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്ന സംഭവം. ഇത് രണ്ടും ചിലർ ഈ ഇത് കണ്ടോ, മുതിരയാണോ എന്ന് ഉള്ള സംശയം വരും. മുതിര വേറെയാണ്, ഇത് രണ്ടും രണ്ടാണ് സംഭവങ്ങൾ, അല്ലാതെ ഒരു സാധനം തന്നെയല്ല. എനിക്കത് ഇച്ചിരി പിന്നെ പഴകിയിട്ടാന്ന് തോന്നിയിട്ട് ഈ കറുത്ത കളറൊക്കെ വന്നിട്ട്. ഇത് ആദ്യം തന്നെ ഈ കളറായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന വേറെ കളറുണ്ട്. ഇത് ഒത്തിരി നാളായത് ഇത് ഞാൻ മേടിച്ച് വെച്ചിട്ട് കേട്ടോ. ഇതിങ്ങനെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി മേടിച്ച് വെച്ചതാണ്. പിന്നെ അതിങ്ങനെ വലിയതായിട്ട് ഉപയോഗിച്ചൊന്നുമില്ല. ഇത് പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങാടിക്കടയിൽ, ഇപ്പം അങ്ങാടിക്കടയിലൊക്കെ ഇത് കിട്ടുന്നുണ്ട് കേട്ടോ. നേരത്തെയൊക്കെ പറഞ്ഞ ആർക്കും അറിയത്തില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇത് എല്ലാവർക്കും അറിയാം. ഇപ്പം മനസ്സിലായി കാണുമല്ലോ സംഭവം എന്നാന്നുള്ളത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലക്സർ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയത്തില്ലെങ്കിൽ ചവണവിത്ത് എന്ന് പറഞ്ഞാൽ മതി അങ്ങാടിക്കടയിൽ. അപ്പോൾ അവർക്കറിയാം കേട്ടോ. അങ്ങാടിക്കട ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആയുർവേദ കടയാണ്, പച്ചമരുന്നൊക്കെ വിൽക്കുന്ന കടയാണ്, അവിടെ നിന്നാണ്. അപ്പോൾ അതാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ ബാക്കി സംഭവങ്ങളൊക്കെ ചെയ്യുന്നതെല്ലാം കാണിച്ചു തരേ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ആവശ്യമുള്ളത് എടുക്കുന്നുണ്ട്. നല്ല ഒരു കാണാൻ പറ്റുന്നുണ്ടോ, ഇതുണ്ടോ, ഇതുപോലാണ് ഇരിക്കുന്നത്. ഇതിനകത്തോട്ട് നമുക്ക് വേണമെങ്കിൽ ഇനി തേൻ ചേർക്കാം, പിന്നെ കറ്റാർവാഴ ജെല്ലും വേണേൽ ചേർക്കാം. പക്ഷെ ഇതൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഞാൻ ഇത് മാത്രമായിട്ട് ഇപ്പോൾ മുഖത്തും തേക്കുവാണ്. തേച്ച് നമ്മുടെ മുഖത്ത് ഒരുപാട് റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ്. നമ്മുടെ മുഖത്ത് വരുന്ന മുഖക്കുരു, കാര, ഇതൊക്കെ സംഭവമില്ല, അതെല്ലാം നല്ലപോലെ മാറിക്കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ വരുന്ന കറുത്ത പാടുകളുണ്ടല്ലോ, അത് ശരിക്കും മാറിക്കിട്ടും. പക്ഷെ ഒരു ദിവസം തേച്ചതല്ല കേട്ടോ നമ്മളിത്. ഇത് പക്ഷെ നമുക്ക് ദിവസം മുഖത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ. ദിവസം നമുക്കിത് ചെയ്യാവുന്നതാണ്. അല്ലാതെ ഇത് ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെയൊന്നും അല്ല. ദിവസം നമ്മുടെ മുഖത്ത് തേച്ചാലും യാതൊരു പ്രശ്നവും ഇല്ല. എപ്പോഴും നമുക്ക് സമയമുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് തേച്ചാൽ മതി. അല്ലാതെ പ്രത്യേകിച്ച് സമയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഞാനാണെങ്കിൽ ഓരോ ഫേസ് പാക്കൊക്കെ ഇടയ്ക്കൊക്കെ ഇടാറുണ്ടെന്ന് വെച്ചാൽ ഞാൻ കഴിവതും എനിക്ക് ഇടാൻ പറ്റാതെ വരുന്നതിൻ്റെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ രാവിലെ നമുക്ക് നല്ല തിരക്കായിരിക്കും. ഇവരെല്ലാം പോയി കഴിയുമ്പോഴായിരിക്കും ഞാൻ ഫ്രീ ആകുന്നത്.
ഫ്രീ ആകുന്ന സമയത്ത് ഞാനിത് മുഖത്ത് തേച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും ആരെങ്കിലും വരും അന്നേരം വന്ന് വിളിച്ച് നമുക്ക് പിന്നെ ഈ മുഖത്തോടുകൂടി അവരുടെ മുന്നിൽ ചെല്ലാൻ പറ്റും. പിന്നെ പെട്ടെന്ന് അത് ഇട്ടതേ ഉള്ളായിരിക്കും. അന്നേരം എന്നത് കഴുകിക്കളയേണ്ടി വരും. പിന്നെ ആ പരിപാടി ഞാനങ്ങ് നിർത്തി. കാര്യം എന്നാന്ന് വെച്ചാൽ എനിക്ക് തന്നെ അങ്ങ് മടുത്തു. നമ്മളിത് ഇട്ട് ഒരു 10 മിനിറ്റേലും മുഖത്ത് കിടന്നാലേ നമുക്ക് പ്രയോജനം കിട്ടുകയുള്ളൂ. അത്ര നേരമൊന്നും കിട്ടത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് പിള്ളേർ വന്നു കഴിയുമ്പോൾ പിള്ളേരുടെ തിരക്ക്, ബഹളം, അതിനിടയ്ക്ക് പിന്നെ ചെയ്യാൻ സമയമില്ല. അങ്ങനെയാണ് പല കാര്യങ്ങളും എൻ്റെ നീണ്ടു പോകുന്നത്. പിന്നെ ആട്ടെന്ന് ഓർക്കും. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ആ ബീട്രൂട്ടിൻ്റെ കഴിഞ്ഞ ദിവസം ചെയ്തില്ലേ, നല്ല റിസൾട്ടാണ് കേട്ടോ. അത് നല്ല റിസൾട്ടാണ്. നമുക്ക് മുഖത്തിന് നല്ല കളർ കിട്ടും കേട്ടോ. സാധാരണ നമ്മൾ എന്നിലേക്ക് ചെയ്താൽ ഒരു ദിവസമൊക്കെ കളറിൻ്റെ ഇത് നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ ബീട്രൂട്ടിൻ്റെ അങ്ങനെയല്ല, അത് കുറേ ദിവസം നിൽക്കും. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുമെങ്കിൽ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചവണവിത്ത് എന്ന് പറയുന്ന സംഭവം നമുക്ക് ദിവസവും മുഖത്ത് തേക്കാം. ഇത് തേച്ചാൽ നമുക്ക് ഇത് നമ്മുടെ മുഖത്ത് പറ്റിക്കണമെന്ന് ആർക്കും പെട്ടെന്ന് മനസ്സിലാകത്തില്ലെന്നേ. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ നമ്മുടെ പൊട്ടിയേട്ടനെയൊക്കെ മാറ്റി വെച്ച് ഇത് മുഖത്ത് തേക്കുന്നതാണ്. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇതുണ്ട് ഇങ്ങനെ ഈ എഗ് വൈറ്റ് ഒക്കെ അലർജി ഉള്ളവർ കാണും, ചിലർക്ക് അതിൻ്റെ മണം ഇഷ്ടമില്ലാത്തവർ കാണും കേട്ടോ. അവർക്കൊക്കെ ഇത് ഏറ്റവും നല്ല ഇതാണ്. നമ്മുടെ മുഖത്ത് നല്ലപോലെ നമ്മുടെ മുഖം വരണ്ട് ഒരുമാതിരി വല്ലാതൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇത് മുഖത്ത് തേക്കുകയും ഉണ്ടല്ലോ, മുഖം നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ മുഖത്തിന് നല്ലൊരു എന്തോ ഒരു പ്രത്യേകത ഉള്ള പോലെ നമുക്ക് തോന്നും. അപ്പം അതിനുമൊക്കെ നല്ലതാണ്. ഇതിങ്ങനെ നമുക്ക് എടുക്കാൻ ഇച്ചിരി പാടാണ്, എന്നാലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് കയ്യിൽ ചെറുതായിട്ട് ഇങ്ങനെ എടുത്താൽ മതി. എടുത്ത് വെച്ച് മുഖത്ത് പിന്നെ മുഖം നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം കേട്ടോ. ഞാൻ മുഖം നല്ലപോലെ വാഷ് ചെയ്തിട്ടാണ് ഇത് എടുത്തേക്കുന്നത്, മുഖത്ത് തേക്കുന്നത്. പിന്നെ മുഖം നല്ല ക്ലീൻ ആകും ഇത് തേച്ചാൽ. ഇപ്പം ചുമ്മാ ഒന്ന് കഴുകിയാലും കുഴപ്പമില്ല. എന്നാ ഫേസ് വാഷ് ഇട്ടൊന്നും കഴുകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് നല്ലപോലെ മുഖം നല്ല വൃത്തിയാണ്. അതുപോലെ നമ്മുടെ മുഖത്ത് വന്നേക്കുന്ന ഈ മോക്കുരു വന്നേക്കുന്നത് എൻ്റെ മുഖത്തുണ്ട് കേട്ടോ. മോക്കുരു വന്നേക്കുന്നതിൻ്റെ പാടൊക്കെ എൻ്റെ മുഖത്തുണ്ട്, പക്ഷേ വലിയ വ്യക്തമായിട്ട് കാണത്തില്ല. നമ്മുടെ അടുത്ത് വന്ന ഒരാൾ എന്നെ നോക്കുമ്പോഴാണ് മനസ്സിൽ. ദൂരെ നിൽക്കുമ്പോഴേ എല്ലാവരും പറയും മുഖത്ത് പാടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയും. പക്ഷേ അടുത്ത് വന്നാൽ കാണാൻ പറ്റും മുഖത്ത് ഇങ്ങനെ മോക്കുരു വന്നേച്ച് പോയതിൻ്റെ പാട് ഉണ്ട്. അതൊക്കെ അന്നൊക്കെ എന്ന് വെച്ചാൽ അത് വലിയ ശ്രദ്ധയില്ലാതൊക്കെ നിന്നുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറ്റിപ്പോയത്. അപ്പം ഇത് നല്ല ഒരു എന്നാ നല്ല നമുക്ക് മുഖത്ത് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചാൽ പെട്ടെന്ന് സ്കിന്നോട് ഇത് അബ്സോർവ് ആവുന്നതാണ്. നമുക്കത് ഇങ്ങനെ പെട്ടെന്ന് അത് സ്കിന്നുമായിട്ട് ഇതായിക്കോളും. അപ്പോൾ നമുക്ക് നല്ല ഒരു ഇപ്പം എൻ്റെ മുഖത്ത് ചുമ്മാ വെള്ളം തേച്ചെന്നല്ലേ തോന്നുള്ളൂ. അതുപോലെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. വെയിലൊക്കെ കൊണ്ടുവച്ച് നമ്മൾ വരത്തില്ല, വെയിലൊക്കെ കൊണ്ടുവച്ച് വരുമ്പോൾ നമ്മുടെ മുഖത്തൊരു ഒരു കറുപ്പ് കളർ കാണുമല്ലോ, ഒരു കരിവാളിപ്പ്, കറുപ്പല്ല ഒരുമാതിരി കരിവാളിച്ച കളർ, അതൊക്കെ പോകാനും നല്ലതാണ്. നമ്മുടെ സ്കിന്നിൻ്റെ ശരിക്കുമുള്ള കളർ നമുക്ക് തിരിച്ച് കിട്ടും കേട്ടോ. ഞാനൊക്കെ ആണെങ്കിൽ ശരിക്കും വെയിൽ കൊള്ളുന്ന ആളാണ്. എന്നാന്ന് ചോദിച്ചാൽ എങ്ങോട്ടെങ്കിലൊക്കെ ഇറങ്ങണമെങ്കിൽ ഞാനങ്ങനെ കുടയോ അങ്ങനൊന്നും എടുക്കാറില്ല. പിന്നെ സ്കൂട്ടറിലുള്ള ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല വെയിൽ കൊള്ളിച്ചാണ്. കൈ മുഖമാണ് എൻ്റെ ഏറ്റവും കൂടുതൽ കറുത്തിരിക്കുന്നത്. കൈക്ക് നല്ല കറുപ്പുണ്ട്, ഇങ്ങോട്ടൊക്കെ നല്ല ഇതായിട്ടുണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നേ, സമയം കിട്ടത്തില്ല. ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പിന്നെ നമ്മുടെ സ്കിന്ന് ഇങ്ങനെ മുഖം തൂങ്ങുന്നതിന് ചുളിവ് വരുന്നതിനൊക്കെ ഏറ്റവും നല്ലതാണിത് കേട്ടോ. അതിനുമൊക്കെ നല്ലതാണ്. നമ്മൾ കഞ്ഞിവെള്ളം കൊണ്ട് മുഖം ചെയ്യത്തില്ലേ, ചിലർക്ക് ഈ പഴങ്കഞ്ഞിവെള്ളം അത്ര നമ്മുടെ പിരിയത്തിലൊന്നും പറ്റിയെന്നോ കണ്ണിൻ്റെ ഇവിടെ പറ്റിയെന്നോണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് കണ്ണിൻ്റെ പുറത്തും എല്ലാം തേക്കാൻ കുഴപ്പമില്ല. പിന്നെ പിരിയത്തേലും ഒക്കെ തേക്കാം കേട്ടോ. പിരിയൊക്കെ ഇച്ചിരിയൊക്കെ വളർച്ചയൊക്കെ കുറവുള്ളവർക്കൊക്കെ പിരിയൊക്കെ നല്ല തിക്കായിട്ട് വളർന്ന് കിട്ടും എല്ലാത്തിനും. പക്ഷെ നമ്മൾ ദിവസം ഉപയോഗിക്കണം കേട്ടോ. ഉപയോഗിച്ചാലേ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതൊരു 10 മിനിറ്റേലും നമ്മൾ ഇപ്പം ഞാനൊരു 10 മിനിറ്റ് ചെയ്യുന്നുള്ളൂ. അതുപോലെ കഴുത്തേലും ഒക്കെ ചെയ്യുന്നുണ്ട്. കാര്യം നമുക്കിത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളിത് മുഖത്ത് തേച്ചൊന്നും ആരും അറിയത്തില്ല. നമ്മൾ എന്നെ വെച്ചാൽ വെള്ളം ഇട്ട് മുഖം ഒന്ന് കഴിയുന്നേ പെട്ടെന്ന് നമ്മളെ നോക്കുന്നവർക്ക് മനസ്സിൻ്റെ മുഖത്ത് വല്ലതും തേച്ചായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇല്ലല്ലോ. അപ്പം കാണാൻ പറ്റുന്നുണ്ട്, ഒരു വെള്ളമയം പോലെയല്ലേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് കളർ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. ഇതൊരു 10-15 മിനിറ്റെങ്കിലും നമ്മുടെ മുഖത്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, പിന്നെ ഒരു 20 മിനിറ്റോളം മുഖത്ത് വെച്ചേക്കുക. അന്നത്തേക്ക് നമ്മളിത് മുഖത്തതങ്ങ് ഉണങ്ങി ഇതായിക്കോളും. ഇത് 1 മണിക്കൂർ വെക്കാൻ പറ്റി അത്രയും നല്ലത് കേട്ടോ. 1 മണിക്കൂറൊക്കെ മുഖത്ത് നമുക്കിപ്പോൾ എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ജോലി സൈഡിൽ കൂടെ നടന്നോളും. ഇത് മുഖത്തിരുന്നങ്ങ് ഉണങ്ങിക്കോളും. എന്നിട്ട് നമ്മൾ പിന്നെ ചുമ്മാ വെള്ളത്തിൽ നോർമൽ വാട്ടറിൽ നമ്മളൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. ഇപ്പം ഞാൻ ഇതൊരു 10 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം ഞാൻ ഇത് തുടച്ച് കളയുകയാണ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ കാണിക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനിത് മുഖത്ത് പിടിക്കുന്നോട്ടെ എന്ന് വെക്കും. ഇപ്പോൾ തുടച്ച് കളഞ്ഞിട്ട് ഞാനൊരു ഇച്ചിരി എൻ്റെ മുഖത്ത് തേച്ചിച്ചങ്ങ് നടക്കും കേട്ടോ. പിന്നെ എപ്പോഴേലുമൊക്കെ
കളയത്തുള്ളൂ, കഴുകി കളയത്തുള്ളൂ. മുഖത്തെ പാട് പോകാനും ഈ കറുപ്പ് പോകാനുമാണ് ഏറ്റവും നല്ലത് ഇത് കേട്ടോ. പിന്നെ ഞാനിത് ഉണ്ടാക്കിയതിൻ്റെ ഒരു കുറച്ചും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ പറയാവേ. അപ്പോൾ ഞാൻ ഒരു 10 മിനിറ്റ് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്തിട്ട് വരട്ടെ. ഇപ്പോൾ 2-4 മിനിറ്റ് ആയി. ഇനി ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യട്ടെ. അപ്പം ഞാനതൊരു 10 മിനിറ്റോളം ഒന്ന് മസാജ് ചെയ്തു. ഇനിയൊരു 20 മിനിറ്റോളം ഞാനിത് മുഖത്ത് ഇതൊന്ന് ഉണങ്ങട്ടെ. ഉണങ്ങിയിട്ട് വരാവേ. ഞാനപ്പോൾ ഇതൊരു 20 മിനിറ്റോളം അരി മുഖത്ത് വെച്ചിട്ടേ, മുഖത്തിപ്പം നല്ലപോലെ ഒക്കെ ഉണങ്ങി കേട്ടോ. എന്നിട്ട് ഇനി ഇത് നനഞ്ഞൊരു തുണി കൊണ്ട് ഞാൻ തുടയ്ക്കുവാണ്. തുടച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ എപ്പോഴേലും കഴുകിക്കഴിഞ്ഞാൽ മതി. എത്ര നേരം നമ്മുടെ മുഖത്തിരുന്നാലും കുഴപ്പമില്ല. നമുക്കൊരു അസ്വസ്ഥത അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മുടെ മുഖത്തൊന്നും അങ്ങനെ ഒരു ഇതും നമുക്ക് തോന്നത്തില്ല. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞിട്ട്. ഒത്തിരി പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഒത്തിരി കിടന്ന് നമ്മൾ തുടച്ച് മെനക്കെടുവൊന്നും വേണ്ട, ചുമ്മാ തുടച്ചാൽ മതി, അങ്ങ് പൊക്കോളും. എനിക്ക് പക്ഷേ തോന്നുന്നു കേട്ടോ, മുഖത്ത് നല്ല വ്യത്യാസമുള്ളൊരു തോന്നുന്നുണ്ട്. ഇനി വീഡിയോയിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. മുഖത്തിനൊരു ചെറിയ തിളക്കം അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ചെറിയൊരു തിളക്കമുള്ള പോലെ. അപ്പോൾ ഞാൻ വേറൊരു ഗ്ലാസ്സിൽ എടുത്ത് വെച്ചത് ഞാൻ കാണിച്ചില്ലായിരുന്നോ? എൻ്റെ കയ്യിലൊരു പോട്ടുണ്ടായിരുന്നു കണ്ടോ. അപ്പം നമ്മുടെ ഗ്ലാസ്സിലൊരെണ്ണെടുത്ത് കാണിച്ചില്ല. ഇത് അതിന് നേരത്തെ അത്രയും അങ്ങോട്ടൊരു ഇത് കേട്ടോ. ഇത് രണ്ടാമത് ഞാൻ എടുത്തതാണ്. അതും നല്ല ഇതും നമുക്ക് ഉപയോഗിക്കാൻ നല്ലതാണ് കേട്ടോ. പക്ഷേ ഇത് ഞാൻ തലയിലൊക്കെ തേക്കാൻ വേണ്ടിയാണ് മാറ്റി വെച്ചേക്കുന്നത്. ഇത് നല്ല തിക്കായിട്ടായിരിക്കുന്നത്, തിക്കായിട്ട്. അപ്പം ഞാനിത് തലയിൽ തേക്കാണ്ട് കുളിച്ചതിന് ശേഷം തല തേച്ചാലും കുഴപ്പമില്ല കേട്ടോ. തലയിൽ ഇതങ്ങനെ നമുക്ക് ഇതായിട്ടൊന്നും നമുക്ക് തോന്നില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഉണങ്ങി അങ്ങ് സെറ്റ് ആയിക്കോളും. അപ്പം തലയിൽ തേച്ചാൽ മുടി വളരാൻ നല്ല ഇതാണ്. മുടി വളരുന്നത് തന്നെയല്ല കേട്ടോ, തലയിൽ താരം പോകാൻ നല്ലതാണ്. അതുപോലെ നമ്മുടെ മുടിക്കൊക്കെ ഒരു ഭംഗിയില്ലാതെ കിടക്കത്തില്ലേ, അങ്ങനെയുള്ള മുടിക്കൊക്കെ നല്ലതാണ്. നല്ല ഒരു ജീവനില്ലാത്ത മുടി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, എന്ന് പറയുന്നത് നല്ല ഒരു കരുത്ത് കിട്ടും മുടിക്ക്. അപ്പം അതിന് നല്ലതാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ബ്യൂട്ടി. നമ്മുടെ മുഖത്ത് തേക്കാൻ പറ്റിയ അടിപൊളി ഒരു സംഭവമാണ്. നമ്മൾ ഓരോന്നും ചെയ്ത് നമ്മൾ ബാക്കി പായ്ക്കൊക്കെ നല്ലതല്ല എന്നല്ല പറഞ്ഞത്, നല്ലതാണ്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിലിരിക്കുന്നവർക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്നതാണ്. എപ്പോൾ വേണേലും ചെയ്യാം, അല്ലാതെ ഇന്ന് സമയമൊന്നുമില്ല കേട്ടോ. ഇത് എപ്പോൾ വേണേലും ചെയ്യാം. മുഖത്ത് നല്ലപോലെ നമ്മുടെ മുഖത്തെ വരളിച്ച് അങ്ങ് മാറിക്കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ഉണക്കൊക്കെ ആകാറാകുമ്പോഴത്തേക്കിന് ഇപ്പം വെയിലൊക്കെ ആയി തുടങ്ങി. ഇനിയിപ്പോൾ നമ്മൾ വെയിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ മുഖത്തൊക്കെ വെയിലടിച്ച് കഴിയുമ്പോഴത്തേക്കും മുഖത്ത് കരിവാളിപ്പ് വരും. അതിനൊക്കെ നല്ല ഇതാണ്. പിന്നെ നമ്മളെ കണ്ണിൻ്റെ ചുറ്റിനുള്ള കറുത്ത പാട് പോകാനാണ് നല്ല ഒരു റിസൾട്ടാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ എന്നായിരുന്നു നമ്മുടെ മുഖമൊക്കെ വെയിലൊക്കെ കൊണ്ട് കഴിയുമ്പോഴത്തേക്ക്, ഇനിയിപ്പം ഡിസംബർ മാസമൊക്കെ ആകാറാകുമ്പോഴത്തേക്ക് കാറ്റും ഒരു വെയിലും ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ മുഖം എല്ലാം ഒരുമാതിരി വലിഞ്ഞിരിക്കും. അതിനൊക്കെ ഏറ്റവും നല്ല. അപ്പം നമ്മൾ ഈ കൂടുതലും വാസലിം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് തേക്കുന്നത്. അതിനേക്കാളൊക്കെ ഏറ്റവും നല്ല ഇതാണ്. ഇത് മുഖത്ത് തേച്ചാൽ ആ ഒരു വലിച്ചിലും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പം നല്ല റിസൾട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്കിനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.